വോൺ എറിച്ച് ഫാമിലി എന്ന് പറയുന്നത് അമേരിക്കയിലെ തന്നെ പ്രശസ്തമായ പ്രൊഫഷണൽ റെസ്ലിംഗ് ഫാമിലിയായിരുന്നു. അഡിക്സൺ എന്ന് പറയുന്നതായിരുന്നു അവരുടെ യഥാർത്ഥ ഫാമിലി നെയിം. എന്നാൽ റെസ്ലിംഗ് ബിസിനസ്സിലുള്ള ഫ്രിറ്റ്സ് വോൺ എറിച്ച് എന്ന റിംഗ് നെയിം യൂസ് ചെയ്തു. അങ്ങനെ ഫ്രിറ്റ്സ് 68-ാം വയസ്സിൽ 1977 ക്യാൻസർ മൂലം മരണപ്പെട്ടു. ശേഷം ആ ഫാമിലിയിൽ നടന്നത് മുഴുവൻ ദുരന്തങ്ങളായിരുന്നു. ഫ്രിറ്റ്സിൻ്റെ 5 കുട്ടികളും മരണമടഞ്ഞു. അതിൽ 3 പേർ സൂയിസൈഡ്. ജാക്ക് ജൂനിയർ എന്ന ആദ്യ മകൻ 6-ാം വയസ്സിൽ ഷോക്കടിയേറ്റ് വെള്ളത്തിൽ മുങ്ങി മരിക്കുകയായിരുന്നു. 1984 ഡേവിഡ് വോൺ എന്ന അടുത്ത മകൻ 25 വയസ്സിൽ എൻഡർറ്റീസ് ബാധിച്ച് ടോക്കിയോയിലെ ഒരു ഹോട്ടലിൽ വച്ച് മരണമടഞ്ഞു. 1987 മൈക്ക് എന്ന 23 വയസ്സുള്ള മകൻ പ്ലാസിഡൈൽ എന്ന സെഡറ്റീവ് കഴിച്ച് ഓവർഡോസായി മരണമടഞ്ഞു. 1991 21 വയസ്സുള്ള ക്രിസ് എന്ന മകൻ 9 mm വരുന്ന ഹാൻഡ് ഗൺ യൂസ് ചെയ്ത് സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. 1993 33 വയസ്സുള്ള കെറി എന്ന മകൻ ഫാമിലി യാർഡിൽ വെച്ച് സ്വന്തം ചെസ്റ്റിലേക്ക് വെടിവെച്ച് മരിച്ചു. കെവിൻ വോൺ എറിച്ച് എന്ന മകൻ മാത്രമാണ് ഇപ്പോഴത്തെ ഏക സർവൈവൽ. സോ ഈ മരണങ്ങളെല്ലാം കൊണ്ട് തന്നെ അവിടുത്തെ ഫാമിലി കേഴ്സ്ഡ് ആണെന്ന് ഒരു വാർത്ത പടർന്നു. വോൺ എറിച്ച് കേഴ്സ് എന്ന് അത് അറിയപ്പെട്ടു. ഇപ്പോൾ ഇതാ A24ൻ്റെ പുതിയ മൂവിയായ അയൺ ക്ലോ ഈ ഫാമിലിയുടെ കഥയാണ് പറയുന്നത്. സാക് എഫ്രോൺ അതുപോലെ തന്നെ ജെർമി അലൻ ആണ് ഇതിലെ മെയിൻ ലീഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫസ്റ്റ് ഹാഫും അതിനേക്കാൾ മികച്ച സെക്കൻഡ് ഹാഫുമാണ് ഈ മൂവിക്കുള്ളത്. ഫസ്റ്റ് ഹാഫ് ഫുൾ നല്ല എനർജി പെർഫോമൻസ് വെച്ച് അടിപൊളിയാക്കിയപ്പോൾ സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ ഇമോഷണലാക്കി കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സാക്കിൻ്റെ ക്യാരക്ടർ അറ്റ് ഇറ്റ് ബെസ്റ്റ് എന്ന് തന്നെ പറയും, കാരണം അത്ര കിടലിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഒരു A24 മൂവി എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ സെയിം രീതിയിലൊന്ന് കണ്ടു നോക്കുക. വളരെ വ്യത്യസ്തമായ ഒരു അപ്രോച്ച് തന്നെയാണ്. അപ്പോൾ A24 മൂവി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതൊന്നും ഇഷ്ടപ്പെടും. ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സംഭവം തന്നെയാണിത്.